നെക്സ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്. ഒരു നമ്പർ ഈസ് ദ ഫോം ഓഫ് പി ബൈ ക്യൂ. ഒരു നമ്പറിനെ നമ്മളിങ്ങനെ എഴുതാൻ പറ്റണം, പി ബൈ ക്യൂ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റണം. ഈ താഴെ കിടക്കണം ക്യൂ എന്ന് പറയുന്നത് ഒരിക്കലും എന്താവരുത്, ക്യൂ ഡസ് നോട്ട് ഈക്വൽ ടു 0, ഒരിക്കലും 0 ആകരുത്. ഇവിടെ നമ്മളൊരു ചിഹ്നം പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, നോട്ട് ഈക്വൽ ടു. അപ്പൊ നമ്മൾ ഈക്വൽ എന്ന ചിഹ്നം വരുമ്പോൾ നമ്മൾ എന്താ അവിടെ വരുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈക്വൽ ടു എന്നതിനെ സൂചിപ്പിക്കാനായിട്ട് 2 വര കൊടുക്കും. അപ്പൊ നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 2 വര ഇട്ടിട്ട് അതിനെ നേരെ ഒന്നുകൂടി വരച്ചു കഴിഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നോട്ട് ഈക്വൽ ടു എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, ക്യൂ നോട്ട് ഈക്വൽ ടു 0, ക്യൂ ഒരിക്കലും 0 ആവരുത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ ക്യൂ 0 ആയാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ക്യൂ 0 ആയ ഫംഗ്ഷനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ, അതായത് കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റാഷണൽ നമ്പർ 1/2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. 3/2, 3/5 ഒരു റാഷണൽ നമ്പറാണ്. 1/3 ഒരു റാഷണൽ നമ്പറാണ്. അപ്പൊ ഈ ഒരു പി ബൈ ക്യൂ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റുന്ന നമ്പറിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്, റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡൗട്ട് വരും നമുക്ക്, എന്താണ് ക്യൂ 0 ആയാൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ കുട്ടികൾ നിർബന്ധമായും പഠിച്ചു വെക്കണം, ആ ക്യൂ 0 ആയാൽ എന്ത് സംഭവിക്കുന്നു. പല കുട്ടികൾക്കും അത് അറിയത്തില്ല. ഇവിടെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു നമ്പറിന്റെ താഴെ 0 വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷനെ നോട്ട്, ആ നമ്പറിനെ നമുക്ക് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അപ് ടു ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്, ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതെന്തായിരിക്കും, ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ അത് ഏതൊരു നമ്പറിന്റെ ആയിക്കോട്ടെ. ഇപ്പൊ 5ന്റെ താഴെ 0 വന്നു, ഇതിന്റെ ആൻസർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. ഏത് നമ്പറിന്റെ താഴെ 0 വന്നാലും ഒരിക്കലും അത് എക്സിസ്റ്റ് ചെയ്യില്ല. ഇപ്പൊ -3യുടെ നമ്പർ ബൈ 0 വന്നു, ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, ഒരിക്കലും അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. നെഗറ്റീവ് നമ്പർ ആയിക്കോട്ടെ, പോസിറ്റീവ് നമ്പർ ആയിക്കോട്ടെ, ഏതിന്റെ താഴെ 0 വന്നാലും നമുക്ക് ആ ഫംഗ്ഷൻ ഒരിക്കലും ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്, അതായത് അപ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതാണ് ഒരു റാഷണൽ നമ്പർ എഴുതുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ ഒരിക്കലും എന്താകരുത്, 0 ആകരുത് എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് കുട്ടികളെ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഓരോ നമ്പർ സിസ്റ്റം പഠിപ്പിക്കുമ്പോൾ മുതൽ നമ്മൾ നന്നായി മനസ്സിലാക്കി പഠിപ്പിച്ചു വരണം. എങ്കിൽ മാത്രം വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഒരു പ്രോബ്ലംസ് വരുമ്പോൾ വലിയ പ്രോബ്ലംസ് വരികയും കോമ്പറ്റേറ്റീവ് എക്സാംസ് വരികയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ നന്നായി അത് ആൻസർ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പല കുട്ടികൾക്കും വലിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ സയൻസ് സബ്ജക്റ്റ് മുതൽ ബുദ്ധിമുട്ടായി തീരുകയാണ്. ഓരോ പേരൻസും ഡെയിലി ഒരു 5 മിനിറ്റ് വെച്ച് ഈ വരുന്ന ഷോർട്ട് വീഡിയോസ് എല്ലാം ഒരു 200 പേജിൻ്റെ ബുക്കിലേക്ക് എഴുതി വെക്കുക. അത് 1 മുതൽ 10 വരെയുള്ള ഏത് കുട്ടികൾക്കും ഒരു ബേസിക് ആയിട്ട് പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഓരോ കുട്ടിക്കും ആത്മവിശ്വാസത്തോടു കൂടി ഏതൊരു പ്രോബ്ലവും ഈസിയായി ചെയ്യാനും അത് പഠിക്കുന്നത് അവർക്ക് പ്രയോജനപ്പെടാനും ഒരവസരമാകും. മാക്സിമം എല്ലാവരുടെയും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്.